അങ്ങോട്ട് ഹലോ ഗായ്സ്, വൈകുട്ടി അമ്മ ബേബി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ജംഗിൾ യാത്രയുടെ പാർട്ട് 2 ആണ് ഇത്. ഗായ്സ്, ഇത് നല്ല മനോഹരമായ പ്ലേസ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ മരത്തിന്റെ അവിടെ എത്തി. നോക്കൂ എത്രമാത്രം മരങ്ങളാണെന്ന്. പിന്നെ ഇവിടെ ചില മരത്തിന്റെ അടുത്ത് ചൂരിക്കായ ഉണ്ട്. അപ്പൊ നമുക്ക് ചൂരിക്കായ വറുക്കാം. ഗൈസ്, ഇവിടെ ബ്ലാക്ക് ഒന്നുമില്ല, പച്ചയേ ഉള്ളൂ. പച്ച മഞ്ഞ മാത്രമേ ഉള്ളൂ. ഗൈസ്, ഇത് ഭയങ്കര പുളിയുമാണ്, മധുരമാണ്. അപ്പൊ നമുക്ക് പോവാം. ഗൈസ്, ഇത് തോടായിരുന്നു. അപ്പൊ നമുക്ക് ഇതിലേ പോവാം. അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കാനൊക്കെ പറ്റും, പക്ഷേ പോകണം, സമയമായി. അയാൾക്ക് ബ്ലാക്ക് കിട്ടി. ഗൈസ്, ഇതാണ് ചൂരിക്കായ. ഇതിന്റെ ബ്ലാക്ക് ഉണ്ട് കേട്ടോ, അതാണ് തിന്നണ്ടേ. ഗൈസ്, ഇത് കാട്ടുപൂവാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ കുറേ വഴിയുണ്ട് വീട്ടിലേക്ക് പോകാൻ. ഞാൻ ഹെയർ സ്റ്റൈൽ മാറ്റി. അവിടെ അതിൻ്റെ റെഡ് പൂവുണ്ട്. നമുക്ക് പോവാം. ഗൈസ്, അപ്പം നമ്മൾ ഇതിലാണ് പോകുന്നത്. ഗൈസ്, ഇത് നമ്മൾ കളിക്കുകയാണ്. സൂര്യനാണോ പുഴുവാണോ എന്ന് ഞാൻ വിചാരിക്കും ഇത് സൂര്യൻ. പുഴുവാണ്. ചിലത് സൂര്യനാവുന്നുണ്ട്. ഇത് സൂര്യനായിട്ടുണ്ട്. ഇത് സൂര്യനായിട്ടുണ്ടാവും. ഇത് സൂര്യനാണ്. അപ്പോൾ രണ്ടും നമുക്ക് കിട്ടി. ഇതാണ് ചൂരിക്കായ. ഇതിലൊന്നുമില്ല. ഇത് ഓറഞ്ച് മഞ്ഞ മിക്സ് ആയിട്ടുള്ളത്. അയ്യോ, അത് പോയി. ഗൈസ്, ഇവിടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ ഒരു വഴിയുണ്ട്. അത് നമ്മുടെ വീട്ടിൻ്റെ വഴിന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ദിവസം പോയിരുന്നു. അത് ഇങ്ങനെ വഴി വെച്ച് തെറ്റുന്നുണ്ട്. അപ്പോൾ പണ്ടൊക്കെ നമ്മളെ വഴി ഇങ്ങനെയായിരുന്നു.
എന്തെന്ന് പറഞ്ഞാൽ ഒരു 2 വർഷം മുമ്പ് ഇങ്ങനെയായിരുന്നു. ഇത് വണ്ടി കയറാനൊക്കെ പാടായിരുന്നു ഈ ഒരു വഴി. നമ്മളവിടെ ഇങ്ങനത്തെ വഴിയായിരുന്നു ഉണ്ടായത്. പിന്നെ അവരത് ശരിയാക്കിയതാണ്. ഇവിടെ ഇപ്പം ആരും താമസിക്കലില്ല, അതിനുണ്ട് അവർ അങ്ങനെ ചെയ്തതാണ്. താമസിക്കാൻ വരുമ്പോൾ അത് ശരിയാവും. ഇതിന്റെ പേര് അറിയാവുന്നവർ കമന്റ് ചെയ്യണേ. ഇതാണ് ഗൈസ് പനമരം. നമുക്ക് പെപ്പാമ്പുണ്ടല്ലോ, പെപ്പാമ്പ് ഇങ്ങനെ ഓടി കളിക്കാൻ ഭയങ്കര രസമാണ്. ഇതിന്റെ ഇതെന്റെ അമ്മൂമ്മന്റെ വീട് കൊണ്ട് ഇവിടെ കുറേ കാഴ്ചകളുണ്ട് ഗൈസ്. ആ വീട് നോക്കി, ചെറിയ കുടില് പോലത്തെ വീട്. ഇവിടെ നിന്നാലാണ് അവിടുത്തെ കാഴ്ചയൊക്കെ കാണുന്നത്. അപ്പോൾ ഒരു ജംഗിൾ യാത്ര കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് കഴിഞ്ഞിരിക്കുന്നു. ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബൈ.